കുറച്ച് മാങ്ങാപ്പഴം കിട്ടിയിട്ടോ. കുറച്ച് ദിവസമായി നമ്മളുടെ മൂവാണ്ട മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങയുടെ ആ ഒരെണ്ണത്തിൽ വിടുന്നതാണ്. കുറച്ച് പാടിയൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൊള്ളാവുന്ന വല്ലതും ഉണ്ടോയെന്നൊന്ന് നോക്കാം. നല്ലതാണ് കേട്ടോ. കൊച്ചിലെ നമ്മുടെ അമ്മ വീട്ടിലുണ്ടായിരുന്നു ഈ മൂവാണ്ട മാങ്ങ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഒരു 3 മാവുകളുണ്ട്. അതിൻ്റെ പഴങ്ങളിങ്ങനെ വീഴുന്നതും അണ്ണാനിങ്ങനെ ഓടി നടക്കുന്നതും ഒക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരും. ഈ മൂവാണ്ട മാങ്ങ എപ്പോൾ കണ്ടാലും ഒരു നൊസ്റ്റുമാണ്. കാരണം ആ ചെറിയ പ്രായത്തിൽ നമുക്ക് കഴിച്ച ഭക്ഷണങ്ങളും ഓടി നടന്ന മാങ്ങാപ്പഴം പെറുക്കുന്നതും കുട്ടിക്കാലത്തെ ഓർമ്മകളൊന്നും ഒട്ടുമിക്ക ആൾക്കാരും മറന്നു പോകാൻ ഒരു ചാൻസും ഇല്ല. അങ്ങനെ ഒരു നൊസ്റ്റു പിടിച്ചൊരു സാധനമാണ് ഈ മൂവാണ്ട മാങ്ങ എന്ന് പറയുന്നത്. എല്ലാവർക്കും കാണുമല്ലേ അങ്ങനത്തെ ഓരോ നൊസ്റ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നാട്ടുമാവും ഉണ്ടായിരുന്നു കേട്ടോ. നാട്ടുമാവ് ഒരു വലിയൊരു മാവായിരുന്നു. പിന്നെ മൈലാപ്പൂ, അങ്ങനെ കുറേ സൈസ് വെറൈറ്റി നാട്ടുമാങ്ങകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് അവിടെ. എന്തായാലും ഇപ്പം നമ്മൾ അവിടെ നിന്നൊക്കെ മാറിപ്പോകുന്നു. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം കേട്ടോ. പക്ഷെ അത്ര നാടൻ ടേസ്റ്റൊന്നുമില്ല. എന്നാലും ആ മണവും ഗുണവും ഒക്കെ ഓർക്കുമ്പോൾ നമ്മൾ അറിയാതെ മേടിച്ച് പോകും. അതാണ് ശരിക്കും പറഞ്ഞുള്ള കാര്യം. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഒത്തിരി മൂത്തതൊന്നും ആയിരിക്കില്ല. എന്തായാലും നമുക്ക് കിട്ടുന്ന സംഭവം കഴിക്കാം, അത്രേ ഉള്ളൂ. ജ്യൂസ് അടിക്കുന്നേക്കാളും വെറുതെ ഇതിങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ എനിക്കിതിഷ്ടം. ഈ ഒരു മാങ്ങ നമ്മളുടെ മേടിക്കുന്ന അൽഫോൻസ അങ്ങനെയൊക്കെ ഉള്ളത് ജ്യൂസ് അടിക്കാൻ നല്ലതായിരിക്കും. പക്ഷേ ഇത് വെറുതെ കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നാട്ടുമാങ്ങ കിട്ടുവാണെങ്കിൽ മാമ്പഴപ്പുളിശ്ശേരി വയ്ക്കാൻ നല്ലതാണല്ലേ. മാമ്പഴപ്പുളിശ്ശേരിയും നല്ലൊരു എന്താ പറയുക നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും മാമ്പഴക്കാലം പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള നാടൻ മാങ്ങകളൊക്കെ കഴിക്കുക. പിന്നെ എന്താ പറയുക നമ്മളുടെ സീസണൽ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കഴിക്കുക. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ മാങ്ങ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല ടിപ്പുമായി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്